നമുക്കെന്നേ തലശ്ശേരി സ്റ്റൈലിൽ ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? അയ്യേ ആ അപ്പൊ ഒട്ടും സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് നോസസ് കിച്ചൺ. നമ്മൾ ഈ ബിരിയാണി 6 പേർക്കാണ് ഉണ്ടാക്കണേ. സ്ലൈസ് ചെയ്ത സബോള ഒരു 4 എണ്ണം എല്ലാം പിടിയിച്ച് നല്ല ചൂടുള്ള ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറിൽ അതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ആ ഓയിലിലേക്ക് തന്നെ ഒരു 25 ഗ്രാം മുന്തിരി വറുത്തെടുക്കുക, അതും സൈഡിലോട്ട് വയ്ക്കാം. അതേ ഓയിലിലേക്ക് തന്നെ കശുവണ്ടി ഒരു 50 ഗ്രാം, അതും ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് അതും എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ഉരുളിയിലേക്ക് 1/2 കപ്പ് ഡാൽഡ വെജിറ്റബിൾ ഓയിൽ, പിന്നെ 2 വലിയ സബോള സ്ലൈസ് ചെയ്തത്, അതും ഇട്ട് 2-3 മിനിറ്റ് നേരം വഴറ്റാം. അത് അപ്പോൾ ആ സമയം കൊണ്ട് വെളുത്തുള്ളി ഒരു ഇഞ്ചി ഒരു മീഡിയം സൈസിൽ ഒരു 8 പച്ചമുളക് ഇതെല്ലാം നല്ല അമ്മിയിൽ വെച്ച് ഇട്ടിച്ച് എടുക്കാം. ഇഞ്ചി പരിവാക്കി എടുക്കണം കേട്ടോ. അത് ഇതേപോലെ എൻ്റെ അമ്മിയിൽ ഇടിക്കുമ്പോഴാണ് ടേസ്റ്റും കൂടുക കേട്ടോ, മിക്സിയിൽ അടിക്കുന്നേക്കാളും. ആ സബോള ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ഇടിച്ചു വെച്ച അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു 3-4 മിനിറ്റ് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഗരം മസാല 3 ടീസ്പൂൺ. ഈ ഗരം മസാല റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊരു 3-4 മിനിറ്റ് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ കോഴി 12 പീസ് നല്ല ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി അതും ചേർക്കാം. ഒരു 6-7 മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്യാം. ഉപ്പ് ഒരു 3 ടീസ്പൂൺ, തക്കാളി 2 എണ്ണം അങ്ങനെ ചെറുതായി ചെരിഞ്ഞത്, അതും ഇട്ട് ഒന്ന് ഇളക്കി 3 മിനിറ്റോളം അതും കുക്ക് ചെയ്യാം. അതിലേക്ക് തൈര് 2 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് ഫ്രഷ് തന്നെ വേണം കേട്ടോ, ഒരു പകുതി, അതും ഇട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതുകൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യാം. അപ്പം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറക്കിയിട്ടുണ്ടാവും കേട്ടോ പുറത്തേക്ക്. അപ്പം ഇനി അടച്ചു വയ്ക്കരുത്, അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം കേട്ടോ. പക്ഷെ ചിക്കൻ അലന്നും പോകാനും പാടില്ല. അതിലേക്ക് മല്ലിയില ഒരു വലിയ കൈപ്പിടി, മിൻറ്റ് ഒരു 3 സ്പ്രിഗ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, അതും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ല തീരെ ചൂടങ്ങോട്ട് കുറയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സബോള അതിൻ്റെ പകുതി മാത്രം അങ്ങോട്ട് പൊടിച്ചിട്ട് അതും അതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. അതും അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് സൈഡിലേക്ക് വെച്ചേക്കാം. പാല് 1/4 കപ്പ്, മഞ്ഞൾ 1 ടീസ്പൂൺ, റോസ് വാട്ടർ 2 ടേബിൾ സ്പൂൺ, അതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതും ഒരു സൈഡിൽ വെച്ചേക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിനി റൈസ് അങ്ങോട്ട് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഡാൽഡ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കറുകപ്പട്ട 2 പീസ്, കാർഡമം 5 എണ്ണം, ഗ്രാമ്പു ഒരു 6 പീസ്, ബേ ലീഫ് ഒരു 4 എണ്ണം. ഇതെല്ലാം ആ എണ്ണയിലേക്കിട്ട് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. സബോള സ്ലൈസ് ചെയ്തത് ഒരു 1/2 പകുതി, അതും ഇട്ട് ഒരു 2 മിനിറ്റ് നേരം അങ്ങോട്ട് ഓയിലിൽ അങ്ങോട്ട് കുക്ക് ചെയ്യും. അതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കാം, അടച്ച് വയ്ക്കുക, അങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. ഒരു 3 കപ്പ് കൈമ റൈസാണ് കേട്ടോ. പിന്നെ കൈമ റൈസാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് വാഷ് ചെയ്യുക. വെള്ളം നല്ല ക്ലിയർ ആയി കഴിയുമ്പോൾ വെള്ളം മൊത്തം ഊറ്റി കളഞ്ഞ് നല്ല ചൂട്, അതായത് തിളയ്ക്കണ വെള്ളത്തിലേക്ക് അരി കണ്ടിടുക. 3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അടച്ച് വയ്ക്കുക. നന്നായിട്ടാണ് ചൂട് കൂട്ടുക. അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഒരു ഏറ്റവും ചെറിയ ചൂടിലേക്ക് ആക്കിയിട്ട് 25 മിനിറ്റ് നേരം കുക്ക് ചെയ്യും. അപ്പോൾ അതേ നോക്കി ഇതേപോലെ നല്ല ഫ്ലഫി റൈസ് കിട്ടും. അതുകൊണ്ട് എല്ലാം വിടിയിച്ചിടാം.
അത് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മടിക്കാം. അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ റൈസിൻ്റെ പകുതി മാത്രം ഇടാം. അതിൻ്റെ മുകളിലേക്ക് സബോള ഫ്രൈ ചെയ്ത് വെച്ചത്, മല്ലിയില, പുതിനയുടെ ഇല, കശുവണ്ടി വറുത്തത്, മുന്തിരി വറുത്ത് വെച്ചത്, പിന്നെ ആ ലിക്വിഡ് മിക്സ് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ പകുതി, കുറച്ച് ഗരം മസാലയും അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് പൊത്താം സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ അതിലുള്ള എയറൊക്കെ നന്നായിട്ട് സീലാവും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ സബോള വറുത്തത്, മുന്തിരി, കശുവണ്ടി, മിൻറ്റ് ലീഫ്, പിന്നെ നമ്മുടെ മല്ലിയില, അതും ബാക്കിയുള്ള ആ ലിക്വിഡ് മിക്സും അതും കൂടി ഒഴിച്ച് കുറച്ച് ഗരം മസാലയോടെയും മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് മീഡിയം ചൂടിൽ കവർ ചെയ്ത് നമ്മുടെ സെക്കൻഡ് ദമ്മ് ചെയ്യാട്ടോ. ഒരു 15 to 20 മിനിറ്റ് നേരം വരെ. അത് കഴിയുമ്പോൾ തുറന്നു കഴിയുമ്പോണ്ടല്ലോ അതിൻ്റെ മണം ഒന്നൊന്നര മണമാണ് കേട്ടോ. പിന്നെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വിടിയിച്ചു കൊടുക്കാം. ഇതേ ചിക്കനൊക്കെ എടുക്കുക, റൈസൊക്കെ ഇടുക. നമ്മുടെ തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ട് കേട്ടോ. അതിന്റെ സ്മെല്ലൊക്കെ അടിച്ചാണ്ടല്ലോ അടിപൊളി. നോക്കിയേ അരിയൊക്കെ നോക്കിയേ ഇങ്ങനെ വെതറി കിടക്കണം. ഇനി നമുക്ക് ആ ചൂടോടൊന്ന് പിടിച്ചു നോക്കാം. ചിക്കനൊക്കെ അടിപൊളിയുണ്ട്. ചൂടോടി ചവക്കന്റെ കാര്യമില്ല, അത്രയ്ക്കും സ്മൂത്താണ്. പിന്നെ ആസ്വദിച്ച് നിന്നേക്കണം. പിന്നെ ഇടയ്ക്ക് അതിന്റെ സൈഡില് സലാസോ ലൈറ്റോ കൂട്ടി തിന്നാം. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ആ ചാനലിൽ എടുക്കണം കേട്ടോ. ശരി, ബിരിയാണി ആസ്വദിച്ച് തിന്നുമ്പേ എന്നെ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.